നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഗ്ലാസ് ബോട്ടിൽ കയറാനാണ് കേട്ടോ പോണത്. ലക്ഷങ്ങളുടെ ദ്വീപ് എന്ന അർത്ഥമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. പക്ഷേ ടോട്ടൽ 36 ദ്വീപ് ഉള്ളതിൽ 10 എണ്ണത്തിൽ മാത്രമാണ് മനുഷ്യവാസം ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് കൽപ്പെട്ടി എന്ന് പറയുന്ന മനുഷ്യവാസം ഇല്ലാത്ത ഒരു ദ്വീപിലേക്കാണ്. അകത്തിന്ന് ഏകദേശം ഒരു 1 അവർ നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ തന്നെ ട്രാവൽ ചെയ്തിട്ടാണ് കൽപ്പെട്ടി എന്ന് പറയുന്ന ഈ ദ്വീപിൽ നമ്മൾ എത്തിയത്. ബോട്ട് ഷെയർ ചെയ്യാൻ നമ്മളിവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം. അങ്ങനെ നമ്മൾ ഈ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. മനുഷ്യവാസം ഇല്ലയെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഗൈഡിനെയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ അവർ പോയ വഴി നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഏതൊക്കെയോ വഴിയില്ല, സത്യത്തിൽ അവിടെ ഫുൾ കാടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോയിട്ട് ലാസ്റ്റ് അവരുടെ അടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേർന്നു. ഈ കാണുന്ന പാറയുടെ ഉള്ളിലുള്ള ഈ ഹോൾ ഉണ്ടല്ലോ, നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർ കയറി അതിലായിരുന്നു ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. കൽപ്പെട്ടി ദ്വീപിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോരാൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 7-7:30 ആയപ്പോഴാണ് നമ്മുടെ അഗത്തിയിൽ എത്തിച്ചേർന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് അവിടെയുള്ളൊരു ചെറിയ തട്ടുകടയിൽ നമ്മൾ വന്നു. വെളുപ്പിന് 3 മണി വരെ ഈ തട്ടുകട ഓപ്പൺ ആണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ് റേറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു മീൻ അവർ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ്. നമ്മളെപ്പോലെ ഗ്യാസ് ഇവിടെ അത്രയായിട്ട് യൂസ് ചെയ്യുന്നു. ഒരു ഗ്യാസ് സിലിണ്ടറിന് 1800 രൂപയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ കാണുന്നത് ദ്വീപുകാരുടെ ഒരു ചക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലഡുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഡിന്നറിന് ദ്വീപുകാരുടെ സ്പെഷ്യൽ തേങ്ങാച്ചോറ്, മീൻകറി അതൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫുഡായിരുന്നു.